പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ ബി.ജെ.പി. പാലക്കാട് ജില്ലാ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടന് മറുപടിയുമായി സന്ദീപ് വാര്യർ. ഫേസ്ബുക്കിലൂടെയാണ് സന്ദീപ് വാര്യർ മറുപടി നൽകിയിരിക്കുന്നത്. പോസ്റ്റിന്റെ പൂർണ്ണരൂപം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: രാഹുലിന്റെ തല ആകാശത്ത് കാണുമെന്നാണ് ബി.ജെ.പി. പറഞ്ഞത്. കേരളത്തിലെ ഒരു നിയമസഭാംഗത്തിന്റെ തലയെടുക്കുമെന്നാണ് ബി.ജെ.പി. പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസംഗിച്ചിരിക്കുന്നത്. അതിന് മാത്രം ഉശിരുള്ള ആണുങ്ങളൊന്നും RSSലില്ല. ചുണയുണ്ടെങ്കിലൊന്ന് തൊട്ടു നോക്ക്. ഇത് വെല്ലുവിളി തന്നെയാണ്. ഇന്ന് പാലക്കാട് നടന്ന ബി.ജെ.പിയുടെ പ്രതിഷേധ റാലിയിലാണ് ബി.ജെ.പി. പാലക്കാട് ജില്ലാ സെക്രട്ടറി എ.കെ. ഓമനക്കുട്ടൻ രാഹുലിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയത്. ഈ രാഹുലല്ല, സാക്ഷാൽ രാഹുൽ വന്ന് തടഞ്ഞാലും ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതേ പേരിൽ തന്നെ ഇവിടെ ഈ സ്ഥാപനം ആരംഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഭാരതീയ ജനതാ പാർട്ടി ഈ നിമിഷം വരെയും രാഹുലിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന തീരുമാനം മേൽഘടകം എടുത്തിട്ടില്ല. നിങ്ങൾ അഹങ്കരിക്കുകയാണ്, ഞാൻ എന്റെ കാല് പാലക്കാട്ടിലുണ്ട് എന്ന്. അങ്ങനെ ഞങ്ങളുടെ നേതൃത്വം ഒരു തീരുമാനമെടുത്ത് അറിയിച്ചു കഴിഞ്ഞാൽ രാഹുല് പാലക്കാട്ടിൽ ആകാശത്ത് തലവെച്ചുകൊണ്ട് നടക്കേണ്ടി വരും. കാല് മുഴുവൻ ആകാശത്തേക്ക് വരേണ്ടി വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നേതൃത്വം അറിയിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരുമെന്നാണ് ഓമനക്കുട്ടൻ ഭീഷണി മുടക്കിയത്. ഇതിനെതിരെയാണ് മുൻ ബി.ജെ.പി. നേതാവ് കൂടിയായ സന്ദീപ് വാര്യർ പരസ്യ പ്രതികരണമായി രംഗത്തെത്തിയത്. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ബി.ജെ.പി. നേരത്തെ തന്നെ വെല്ലുവിളികൾ ഉയർത്തിയിരുന്നു. ഇതിന് മറുപടി എന്നോണം കെ.സി. വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ രംഗത്ത് വന്നിരുന്നു. ഇതാദ്യമായല്ല രാഹുലിനെതിരെ പരസ്യ പ്രചാരണമായി ബി.ജെ.പി. രംഗത്ത് വരുന്നത്. ഇതിനൊക്കെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ടിറങ്ങി മറുപടി നൽകാറുമുണ്ട്. അതിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി നേതാക്കളും രംഗത്ത് വരാറുമുണ്ട്.